ലോഗോസ് ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം: ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരു ആട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നതാര്? ഉത്തരം: സാംസൺ. രണ്ടാമത്തെ ചോദ്യം: ഫിലിസ്ത്യരെ കൊന്നതിനു ശേഷം സാംസൺ പോയി താമസിച്ചത് എവിടെയാണ്? ഉത്തരം: ഏത്താം പാറക്കെട്ടിൽ. മൂന്നാമത്തെ ചോദ്യം: ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് ആക്രമിച്ച പട്ടണം ഏത്? ഉത്തരം: ലേഹി പട്ടണം. നാലാമത്തെ ചോദ്യം: ഏത്താൻ പാറയിടുക്കിൽ ചെന്ന് സാംസനോട് സംസാരിച്ച യൂദാ നിവാസികൾ എത്രയായിരുന്നു? ഉത്തരം: 3000. അഞ്ചാമത്തെ ചോദ്യം: 1000 ഫിലിസ്ത്യരെ സാംസൺ കൊന്നത് എങ്ങനെയായിരുന്നു? ഉത്തരം: ചത്ത ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട്. ആറാമത്തെ ചോദ്യം: കഴുതയുടെ എല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഉത്തരം: റാമാത്ത് ലേഹി. ഏഴാമത്തെ ചോദ്യം: റാമാത്ത് ലേഹി എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം: താടിയെല്ലിന്റെ മല. എട്ടാമത്തെ ചോദ്യം: സാംസന് ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ദൈവം തുറന്നുകൊടുത്ത സ്ഥലം ഏത്? ഉത്തരം: ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം. ഒൻപതാമത്തെ ചോദ്യം: ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ദൈവം തുറന്നുകൊടുത്ത സ്ഥലത്തിന് കിട്ടിയ പേരെന്ത്? ഉത്തരം: എൻ ഹക്കോർ. പത്താമത്തെ ചോദ്യം: എൻ ഹക്കോർ എന്ന വാക്കിന് അർത്ഥം എന്ത്? ഉത്തരം: അപേക്ഷിക്കുന്നവന്റെ ഉറവ. 11ാമത്തെ ചോദ്യം: ആരുടെ കാലത്താണ് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപൻ ആയിരുന്നത്? ഉത്തരം: ഫിലിസ്ത്യരുടെ കാലത്ത്. 12ാമത്തെ ചോദ്യം: സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? ഉത്തരം: 20 വർഷം. 13ാമത്തെ ചോദ്യം: ഫിലിസ്ത്യരുടെ വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലാക്കിയത് ആര്? ഉത്തരം: സാംസൺ. 14ാമത്തെ ചോദ്യം: സാംസൺ പിടിച്ച കുറുനരികളുടെ എണ്ണം എത്ര? ഉത്തരം: 300. 15ാമത്തെ ചോദ്യം: യൂദയ നിവാസികൾ സാംസനെ ബന്ധിച്ചത് എങ്ങനെയുള്ള കയറുകൊണ്ടാണ്? ഉത്തരം: പുതിയ 2 കയറുകൊണ്ട്. 16ാമത്തെ ചോദ്യം: ബന്ധനസ്ഥനാക്കിയ സാംസനെ കാണാൻ ഫിലിസ്ത്യർ വന്നതെങ്ങനെ? ഉത്തരം: ആർപ്പ് വിളികളോടെ. 17ാമത്തെ ചോദ്യം: ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആരാണിങ്ങനെ ചോദിച്ചത്? ഉത്തരം: യൂദാ നിവാസികൾ. 18ാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം: 20.